ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇപ്പൊ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രശ്നമുണ്ട് guys. നമ്മൾ ലാസ്റ്റ് ചെയ്ത 3 വീഡിയോസും സൂപ്പർ ഹിറ്റ് ആയ മൂവീസിന്റെ റോസ്റ്റിംഗ് വീഡിയോസ് ആണ്. ശൃംഗാരവേലൻ, ക്രിസ്ത്യൻ ബ്രദേഴ്സ്, രാജാതിരാജ, ഇതെല്ലാം സൂപ്പർ ഹിറ്റ് മൂവീസ് ആണ്. കഴിഞ്ഞ ദിവസം എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ ഹിറ്റ് ആയ മൂവീസിന്റെ റോസ്റ്റിംഗ് ചെയ്ത ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യൂ, ഫാൻസ് ഒക്കെ ഒന്ന് ഏറെ കയറ്റൂലേ, ഇതൊരു കൈൻഡ് ഓഫ് തീക്കളിയല്ലേ? ഞാൻ അവനോട് പറഞ്ഞു, ആ കളിയാ എനിക്കിഷ്ടം, തീക്കളി, ഫയർ പ്ലേ. അപ്പൊ നമ്മൾ റീസെന്റ് കുറച്ച് ഫയർ പ്ലേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ബാക്ക്ലാഷ് ഒക്കെ കിട്ടുന്നുണ്ട്. ഫാൻസ് വന്നിട്ട് കുറച്ച് തെറിയൊക്കെ വിളിക്കുന്നുണ്ട്. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ ഒരു കമന്റ് സൈക്കോളജിക്കലി ഹർട്ട് ചെയ്യുന്നതായിരുന്നു. നമ്മളെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, നീ ഇത്രയും സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് ചിരി വന്നില്ല. വീഡിയോക്ക് വന്ന ഫസ്റ്റ് കമന്റ് ഇതായിരുന്നു. അപ്പൊ ഈ കമന്റ് കണ്ടപ്പോൾ ചെറുതായിട്ട് ഇമോഷണലി ഹർട്ട് ചെയ്തു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, ചില ആൾക്കാർ അങ്ങനെയാണ്. അവർക്ക് എന്തെങ്കിലും ഇമോഷൻസ് വരാൻ നോർമൽ സിറ്റുവേഷൻസ് ഒന്നും പോരാ. They need something extraordinary. Just like our hero കലിവർദ്ധനൻ. Let's welcome ഫയർ പ്ലേ സ്റ്റാർ കലി. ആ കളിയാ എനിക്കിഷ്ടം, തീക്കളി, ഫയർ പ്ലേ. ഹലോ. കലിക്ക് കരണകുറ്റിക്ക് അടി കിട്ടിയാൽ നോ റിയാക്ഷൻ, നോ വികാരം. വേണ്ട ഇങ്ങനെയൊന്നും. റൊമാൻസ് തോന്നിയാൽ നോ റിയാക്ഷൻ, നോ വികാരം. കലിയുടെ മുന്നിൽ ആരെങ്കിലും വീണ് ചത്താൽ നോ റിയാക്ഷൻ, നോ വികാരം. കലിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് കലിയുടെ ഫ്രണ്ട്സ് എല്ലാം കൂടി പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഓരോന്ന് കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. എന്തെങ്കിലും വികാരമാറ്റം ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടി അവര് കൊച്ചിയിൽ പോയി, കൊയിലാണ്ടി പോയി, കൊല്ലത്തും പോയി. ഫൈനലി ഒരു കാര്യം കണ്ടപ്പോ കലി സന്തോഷം കൊണ്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങി. എന്താണ് കണ്ടതെന്ന് അറിയണ്ടേ? കണ്ടു, മതി മതി മതി. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും കലി ഓക്കെ, ഇനി ഇമോഷൻസ് ഒക്കെ നോർമൽ ആയിട്ട് വരുമെന്ന്. കോപ്പാണ്. വേറൊരു സിറ്റുവേഷൻ പറയാം. കലിക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, കാർത്തിക. കലി ഇങ്ങനെ ഒരു നിർവികാരനായതുകൊണ്ട് കാർത്തിക ഒരു ദിവസം കലിയും കൊണ്ട് ഒരു പാർക്കിൽ പോയി കുറച്ച് റൊമാൻറ്റിക് ആയിട്ടൊക്കെ ഡാൻസ് കളിച്ച് നോക്കും. പക്ഷെ ആശാൻ ഒരു മാറ്റവും ഇല്ല. ഫൈനലി ഷീ ഡിസൈഡ് ടു ഡു എന്ത് ഒന്നുമില്ല, അവിടെ ഇരുന്ന് സംസാരിക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കലിക്ക് ന്യൂട്രൽ കഴിഞ്ഞാൽ എപ്പോഴും വരുന്ന മറ്റൊരു വികാരമാണ് കലി. കലിക്ക് കലി വന്നാൽ എല്ലാരും ഇടിച്ച് റെഡിയാക്കും. ഈ കലി ജീവിച്ചിരിക്കുമ്പോ നിനക്ക് കലി ഇളകരുത്. ഇളകിയാൽ ഈ തടിയിൽ ജീവൻ ഉണ്ടാകില്ല. ഒരു വഴിക്ക് പോണതല്ലേ, ഇതുകൂടി ഇരിക്കട്ടെ. ചേട്ടാ ഇത് മാസ് ചേട്ടാ, ഒന്നുകൂടെ കാണിക്കോ, ഒന്നുകൂടെ. ഇവൻ മരിച്ചു കിടന്ന് അഭിനയിക്കുന്ന കണ്ടിട്ട് മറ്റൊരു ചിരി വന്നു. ആമാണ്ട നീ പെരിയ നടിക്കണ്ട. നെക്സ്റ്റ് ക്യാരക്ടറാണ് നമ്മുടെ കലിയുടെ ഗോഡ് ഫാദർ സുൽത്താൻ സുലൈമാൻ. ഇന്ന് ഈ സിറ്റിയിൽ നടക്കുന്ന ഭൂരിഭാഗം ക്രൈംസിന്റെയും പിന്നിൽ ഇയാളാണ്. പുള്ളി കൊച്ചിയിലെ ഒരു ഡ്രഗ് ലോഡാണ്. അറ്റ് ദ സെയിം ടൈം ഹീസ് എ കൂൾ ഡാഡ്. ഒരു ദിവസം സുൽത്താന്റെ മോൻ റോഡ് സൈഡ് ഗേൾ ഫ്രണ്ടിനെ കൊണ്ട് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ സുൽത്താൻ പറയും, ഇപ്പൊ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ ഓൾറെഡി നമ്മുടെ എയർ സ്റ്റാർ ലാലുലക്സും വർഷങ്ങളായിട്ട് ചെയ്യുന്നതിൽ ഇതിൽ എന്താ ഇത്ര പുതുമെന്ന്. പക്ഷെ സുൽത്താൻ നെക്സ്റ്റ് ലെവൽ കൂളാണ്. ഒരു ദിവസം സുൽത്താന്റെ മോൻ ഫോണില് ബഹിരാകാശ സഞ്ചാരിയുടെ ജീവിതത്തെ കുറിച്ചുള്ള വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് സുൽത്താൻ പൊക്കും. ഒബിയസ്ലി കുറച്ച് ഓക്വേർഡ് സീൻ ആയതുകൊണ്ട് സുൽത്താൻ പറയും, എന്റെ മനസ്സിൽ ഈ ഇപ്പോഴും ഒരു കൊച്ചു കുട്ടിയാ. അല്ല, അന്നെ കൊണ്ടൊരു പെണ്ണ് കെട്ടിച്ചാലൊന്ന് ഞമ്മക്കൊരു ചിന്ത. സ്വാഭാവികം. അപ്പൊ റഷീദ് ഇതൊരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ്, പുള്ളിക്കാരൻ പണ്ടൊരു പ്ലംബർ ആയിരുന്നു, കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നാസയിൽ ജോലി വാങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞ് സ്കൂട്ടാവാൻ നോക്കും. ബട്ട് സോറി ബ്രോ, ബാപ്പ് ഹോത്താ ഹെ, ബേട്ടാ ബേട്ടാ ഹോത്താ ഹെ. ബാപ്പ ഒന്ന് കാണട്ടെ. സുൽത്താൻ ബ്ലൂടൂത്ത് ഓണാക്കിയത് സെൻഡ് ചെയ്ത് വന്നു. ബാപ്പ കണ്ടു അല്ലേ? എന്നിട്ട് പറയും, ഒരൊറ്റ പ്രാവശ്യം കണ്ടാ മതി കേട്ടാ. സുൽത്താൻ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആണെന്ന് തോന്നുന്നു. ഒരൊറ്റ പ്രാവശ്യം കണ്ടാ മതി കേട്ടാ. സുൽത്താൻ നിങ്ങൾ വിചാരിക്കും പോലെ ഫുൾ ടൈം കൂളൊന്നുമല്ല. സുൽത്താനെ ചൊറിയാൻ വന്ന സുൽത്താൻ കയറി മാന്തും. ഒരു പട്ടിക്ക് ഉണ്ടാവും ഒരു ദിവസം. പട്ടിക്കുണ്ടാവും, പക്ഷെ കൈതക്ക് ഉണ്ടാവൂല. സുൽത്താന്റെ മോനാണ് ശരത് ദാസ്. നിങ്ങൾ ഇമ്മോർട്ടൽ ജയകൃഷ്ണനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതിലും മികച്ചൊരു അഡാർ ഐറ്റമാണ് ശരത് ദാസ്. കഴിഞ്ഞ ഒരു 20-25 വർഷത്തെ ഫോട്ടോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ താടി മുടിയല്ലാതെ പുള്ളിക്കാരന് ഒരു മാറ്റവും വന്നിട്ടില്ല. ഒരു നിത്യ യൗവന സ്റ്റാർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇപ്പൊ ഉള്ള ഫേസ് എടുത്തൊരു 10 വയസ്സുകാരൻ വെച്ചു കൊടുത്താലും ഓമനത്വം തുറക്കുന്ന മുഖം. നമ്മുടെ നിത്യ യൗവന സ്റ്റാർ സുൽത്താന്റെ മകനാണെങ്കിലും ഒരു ISI മാർക്ക് പഴമാണ്. കോളേജ് കട്ട് ചെയ്ത് ഗേൾ ഫ്രണ്ടിനെയും കൊണ്ട് പുറത്ത് കറങ്ങാൻ പോയിട്ട് ഒരുമിച്ചുള്ള സമയം മൊത്തം ഐസ്ക്രീം തിന്നു തീർക്കും.
പറയേ 17 ഐസ്ക്രീം, അതിൽ 4 ഫാമിലി പാക്ക്. ഇവന് പ്രാന്താണ്. ഈ ഐസ്ക്രീം അണ്ണാക്കിന്ന് ഇറങ്ങിയിട്ടല്ലേ എന്തെങ്കിലും സംസാരിക്കാൻ പറ്റും. മച്ചാന്റെ ഗ്ലാമറിന്റെ രഹസ്യം ഐസ്ക്രീം ആയിരിക്കും അല്ലേ? ഇതെന്താ മാജിക് ബോക്സ്? മുകളിൽ നിന്ന് നോക്കിയപ്പോ ഇത് ഇവിടെ ഉണ്ടായിരുന്നു. ഒന്ന് കറങ്ങി വന്നപ്പോ അത് കാണാനില്ല. അവരടുത്ത് പോക്കറ്റ് കയറ്റി കാണും. ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ വാങ്ങിക്കുന്ന ഐസ്ക്രീം എല്ലാം ഒറ്റയ്ക്ക് തിന്നാന്ന് ഓർത്ത് റഷീദ് ഗേൾ ഫ്രണ്ടിന് ഡംപ് ചെയ്യും. ഇതറിഞ്ഞ നമ്മുടെ സുൽത്താൻ സുലൈമാൻ ഇവന് പകരം വല്ല കദളിവാഴ വെച്ചാൽ മതിയായിരുന്നു ഓർത്ത് ശോകം അടിച്ച് കിടക്കുന്ന ഒരു സീനുണ്ട്. ഈ ഒരു ഷോട്ടിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഷൂട്ടിംഗ് സ്പോട്ടിൽ വെച്ച് നമ്മുടെ സിദ്ദിഖയും ഡയറക്ടറുമായിട്ട് എന്തോ പറഞ്ഞ് കലിപ്പായി. ആ സമയത്താണ് ക്യാമറാമാൻ വരുന്നത്. സർ പറയടാ, അടുത്ത നമ്മുടെ സിദ്ദിഖ ഷോക്ക് അടിച്ചിരിക്കുന്ന സീനാണ്. അപ്പൊ ഏതാ എങ്കിലേ ക്യാമറ നീ അവന്റെ കാലിന്റെ കൊണ്ടുപോയി. ഓക്കെ സാർ. ഡയറക്ടർക്ക് സിദ്ദിഖയോട് മാത്രമല്ല കലിപ്പുണ്ടായിരുന്നത്. എന്തോ കണ്ട് പേടിച്ചു തോന്നുന്നു. ഇതാണ് ജീവ. പുള്ളിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരെ എപ്പോഴും ഫ്രീ ആണ്. ഐ ആം ടോട്ടലി ഫ്രീ ടുഡേ. വേണമെങ്കിൽ നമുക്ക് ഒന്നിച്ചൊരു ഔട്ടിംഗ് ആവാം. ഐ ആം ടോട്ടലി ഫ്രീ ടുഡേ. പുറത്തേക്ക് ഇറങ്ങിയാലോ? നമുക്കൊന്ന് കൂടാം. ഒരു പണിയില്ല, നിങ്ങൾ തെണ്ടിതിരിഞ്ഞ് നടക്കും. ജീവ എപ്പോഴും ഫ്രീ ആണെങ്കിലും ജീവയ്ക്ക് വേണ്ടി ആരും ഫ്രീ ആകാറില്ല. വേണമെങ്കിൽ നമുക്ക് ഒന്നിച്ചൊരു ഔട്ടിംഗ് ആവാം. എന്താ? ഞങ്ങൾ ഫ്രീ അല്ല. പുറത്തേക്ക് ഇറങ്ങിയാലോ? നമുക്കൊന്ന് കൂടാം. സോറി, ഞാനില്ല. അതെന്താടി? എത്ര അപമാനങ്ങൾ നേരിട്ടാലും ഒരു ഉളുപ്പുമില്ലാതെ വീണ്ടും പുറകെ ചെല്ലും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പോലീസ് റെക്കോർഡ്സിൽ ജീവ ഒരു കൊടൂര ക്രിമിനലാണ്. ജീവൻ പി നായർ. ദാരിദ്ര്യം. ഒരു മിസ് കോൾ അടിച്ചെങ്കിൽ ആവുമ്പോൾ നല്ല പാസ്പോർട്ട് സൈസ് ഫോട്ടോ തന്നിട്ട് പോയേനെ. ഇനി നമുക്ക് സ്റ്റോറി നോക്കാം. സുൽത്താൻ സുലൈമാന്റെ വളർത്തുമകനാണ് കലി. വേണ്ട കലി, നമുക്ക് പോവാം. വരട്ടെ. സുൽത്താന് വേണ്ടി സ്മഗ്ലിംഗ് എല്ലാം ചെയ്യുന്നത് കലിയാണ്. എത്ര റിസ്കി ഓപ്പറേഷൻ ആയാലും വളരെ നിസ്സാരമായിട്ട് കലി ചെയ്തു തീർക്കും. ഹലോ. ഒരു ദിവസം കലിയുടെയും ടീമിന്റെയും ഡ്രഗ് ഡീലിംഗ് ഈ എരണം കെട്ടവൻ പോലീസിന് ലീക്ക് ചെയ്ത് കൊടുക്കും. ഇൻഫർമേഷൻസ് എല്ലാം കിട്ടിയ പോലീസ് ചെക്കിംഗ് എല്ലാം സ്ട്രോങ് ആക്കും. ഇനി സ്മഗ്ലിംഗ് നടത്താൻ ഒരു ചാൻസും ഇല്ല. പക്ഷെ നമ്മുടെ കലി പൊളിയാണ്. അച്ഛൻ സെമിത്തേരി പോയി ഒരു ഫ്രീക്കുള്ള ശവം പെട്ടി ഉൾപ്പെടെ അങ്ങോട്ട് പൊക്കും. ഇതാരാ? കെയർകേക്ക് എന്താ ഇവിടെ കാര്യം? അങ്ങനെ കെയർകെ കിടത്തിക്കുന്ന പെട്ടിക്കകത്ത് ഡ്രഗ്സ് വെച്ച് കടത്തും. ശവപ്പെട്ടി ആംബുലൻസിൽ കയറ്റി കടത്താം എന്നുള്ള പ്ലാൻ വരെ വളരെ ഇന്റലിജന്റ് ആയിരുന്നു. പക്ഷെ സാധനം കറക്റ്റ് സ്ഥലത്ത് എത്തുമെന്ന് അറിയാൻ വേണ്ടി കന്യാസ്ത്രീയുടെ തിരുവസ്ത്രം ഇട്ടുകൊണ്ട് ഇവ അതിനകത്ത് കയറി കൂടെയിരിക്കും. പക്ഷെ ഈ സിനിമയിലെ പോലീസുകാര് മണ്ടന്മാരായതുകൊണ്ട് കലി രക്ഷപ്പെടും. ഇങ്ങനെ നന്നായി കള്ളക്കടത്തി ജീവിക്കുന്നതിനിടയ്ക്കാണ് കലിയുടെ ഗേൾ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുന്നത്. ഇവന്മാരിത് എന്ത് തേങ്ങയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായി? കലിയെ കലിയുടെ ഗേൾഫ്രണ്ടിനെ ആദ്യമായിട്ട് കണ്ട കലിയുടെ നെയ്ബേഴ്സ് പറയും അച്ഛനെയും കത്രയും പോലെ. ഇത് കേട്ട കലി ഞെട്ടി ആലോചിക്കും, വേണ്ട. റിലേഷൻഷിപ്പ് കാരണം കലി ഇപ്പോ സ്മഗ്ലിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ലെന്ന് മനസ്സിലാക്കിയ സുൽത്താൻ നൈസായിട്ട് നമ്മുടെ നിത്യയൗവന സ്റ്റാറിന്റെ ഗേൾഫ്രണ്ടിനെ അങ്ങോട്ട് കൊല്ലും. എന്നിട്ട് അത് കലിയുടെ മണ്ടയ്ക്ക് വെച്ചു കൊടുക്കും. പോലീസുകാർ ഇടിച്ച് പരിപ്പിളക്കിയിട്ടും കലി ഒരു അക്ഷരം മിണ്ടിയില്ല. അൺഫോർച്ചുനേറ്റ്ലി കലി സംസാരിക്കാത്തപ്പോ കലിയുടെ ടീഷർട്ട് സംസാരിക്കും. ഇതും കൂടെ കണ്ട് കലിപ്പായ പോലീസുകാർ ചുറ്റിക കൊണ്ട് കണ്ണങ്കാലടിച്ച് പൊട്ടിക്കും. മൃഗീയം. ഇനിയാണ് ഈ ഫിലിമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറിന്റെ എൻട്രി, ഹാപ്പി ജഡ്ജ്. നിങ്ങളുടെ എല്ലാം ഫേവറേറ്റ് ജഡ്ജ് പ്രോബബ്ലി ഇയാളായിരിക്കും. പക്ഷെ എന്റെ ഫേവറേറ്റ് ജഡ്ജ് ഹാപ്പി ജഡ്ജാണ്. പുള്ളിക്കാരൻ എപ്പോഴും ഹാപ്പിയാണ്. ഒരു കുഞ്ഞു കുട്ടിയുടെ കൗതുകത്തോടും നാണത്തോടും കൂടിയാണ് പുള്ളിക്കാരൻ ഒരു കൊലപാതകത്തിന്റെ വാദം കേൾക്കുന്നത്. നമുക്ക് ചുറ്റും എന്തും നടന്നോട്ടെ, ജസ്റ്റ് ബി ഹാപ്പി, ബി ലൈക്ക് ഹാപ്പി ജഡ്ജ്. ഈ ചെക്കനും ജഡ്ജിന്റെ ടീമാണെന്ന് തോന്നുന്നു. ഒരേ ചിരി. എന്തായാലും കലിക്ക് നമ്മുടെ ഹാപ്പി ജഡ്ജി വളരെ ഹാപ്പിയായി ജാമ്യം കൊടുത്തുവിടും. സുൽത്താൻ തേച്ചതാണെന്ന് മനസ്സിലാക്കിയ കലി സുൽത്താന്റെ വീട്ടിൽ നിന്ന് കലിപ്പാവും. അറിഞ്ഞുകൊണ്ട് തന്നെ അപകടങ്ങളിലേക്ക് എടുത്ത് ചാടിവനാ ഞാൻ വാപ്പയ്ക്ക് വേണ്ടി. അതിലെനിക്ക് ഇപ്പോഴും വിഷമമില്ല. പക്ഷെ ഈ നിൽക്കുന്ന പന്നികളുടെ ബലത്തിൽ വിശ്വസിച്ച് എന്തുമാകാമെന്നാണ് ഭാവമെങ്കിൽ വേണ്ട വാപ്പ. കലിയെ ജാമ്യത്തിലെടുത്ത അഡ്വക്കേറ്റിന്റെ മകളെയാണ് ആക്ച്വലി സുൽത്താൻ കൊന്നത്. സ്വന്തം മകളെ കൊന്ന ആളുടെ ശിങ്കിടി വാവയെ അഡ്വക്കേറ്റ് ദത്തെടുക്കും. ഇനി വളരൂല. ദത്തെടുക്കുന്നതിനൊന്നും പ്രായപരിധി ഇല്ലയുടെ ഈ മുതുക്കനെ. ഇവരുടെ ഈ സമാധാനത്തോടുള്ള ജീവിതം കണ്ട് കലിപ്പായ ജീവൻ അഡ്വക്കേറ്റിനെ കൊല്ലാൻ വരും. ഡേയ്, ഈ സാമാനം വെച്ചേക്കുന്നത് നിന്റെ അപ്പാപ്പന് പി ഊതാനല്ല, അതിന് നോക്കി വെടിവെക്കാനാണ്.
എന്തായാലും വെടിയുണ്ട്. അഡ്വക്കേറ്റിന് ഒരു പ്രത്യേക കഴിവുണ്ട്. വെടി കൊള്ളുന്നതിന് മുമ്പ് വേദന എടുത്ത് നിലവിളിക്കാനുള്ള കഴിവ്. അങ്ങനെ കലി സുൽത്താനെയും മുടീനെയും ചേസ് ചെയ്ത് പ്രതികാരം ചെയ്യും. നായകനെ ഒന്നിക്കും. Come on. ഇനി അന്നിൽ ചേസിങ്ങും ഷൂട്ടിങ്ങും അടിപിടിയും എല്ലാം നടക്കുന്ന അറിഞ്ഞിട്ടും നായികയുടെ വീട്ടിൽ പോയി അവർക്ക് ലിഫ്റ്റ് കൊടുത്ത് സ്പോട്ടിൽ കൊണ്ടുവരാൻ ഉത്തരവാദിത്തം കാണിച്ച പോലീസിന് അഭിനന്ദനങ്ങൾ. അന്നേ ഞാൻ പറഞ്ഞു അന്തിമ വിജയം എനിക്കുള്ളതായിരിക്കുമെന്ന്. അല്ല, ഇയാളെന്തുണ്ടാക്കിയിട്ട് അവന്മാര് തമ്മിൽ തല്ലി തീർന്നതിന് ഇയാൾക്ക് എന്തിനാ ക്രെഡിറ്റ്? തുടക്കം, ദ ബിഗിനിങ് ആൻഡ് ദ എൻഡ് ഓഫ് ഹിസ് കരിയർ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങൾ തന്ന റെക്കമെൻഡേഷൻസ് കണ്ടിട്ടുണ്ട്. എന്തായാലും എല്ലാ വീഡിയോസും ചെയ്തിരിക്കും. ലാലേട്ടന്റെയും മമ്മൂക്കയുടെ മൂവീസ് കുറച്ച് നാളത്തേക്ക് ചെയ്യേണ്ടെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പോ ആ കളിയാ എനിക്കിഷ്ടം. തീക്കളി, ഫയർ പ്ലേ. ഈ സിനിമ റെക്കമെൻഡ് ചെയ്ത അശ്വൻ വിനോദ് മച്ചാനും ബാക്കി റെക്കമെൻഡേഷൻസ് തന്ന എല്ലാവർക്കും എന്റെയും എന്റെ ടീമിന്റെയും പേരിൽ നന്ദി അറിയിക്കുന്നു. ഓക്കെ, ബൈ.